ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. രാവിലെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. കുറച്ച് മാറി ജംഗ്ഷനിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരു ചായ കുടിച്ചു. നമ്മുടെ ഗസ്റ്റിന്റെ ഹോം സ്റ്റേയിൽ നമുക്ക് ഡ്രൈവർമാർക്കും റൂം ഉണ്ടായിരുന്നു കിടക്കാൻ. ഇതായിരുന്നു റൂം. നല്ല അടിപൊളി റൂമായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ട് വണ്ടി ക്ലീനിങ് ആയിരുന്നു. അകത്തൊക്കെ മുഴുവൻ നല്ല മണ്ണുണ്ടായിരുന്നു. ഇത് നമ്മുടെ സുഹൃത്താണ്. ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആലപ്പുഴയിൽ നിന്ന് പോകുന്നത്. നമ്മുടെ ഗസ്റ്റിന് വയ്യാത്തതുകൊണ്ട് ഞാൻ നേരെ റൂമിലോട്ട് വന്നു. പുള്ളി ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇതാണ് പുള്ളിയുടെ വണ്ടി, കാരൻ CV. EV ആയിട്ട് പാക്കേജ് ഓടുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് വണ്ടിയുടെ ഉൾവശം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 300-350 കിലോമീറ്റർ ഫുൾ ആളെ വെച്ച് പോയി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതായിരുന്നു നമ്മുടെ ഗസ്റ്റ് ഇന്നലെ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ. കുഞ്ചിത്തണി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ്. ആരെങ്കിലും മൂന്നാർ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. രാവിലെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പവും കടലക്കറിയും. അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പം പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി, അജിത്ത്. ഞാനും പുള്ളിയും ഒരുമിച്ച് എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതായിരുന്നു. ഏകദേശം 12 മണിയെ കഴിഞ്ഞപ്പോഴാണ് ഗസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. പുള്ളിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് ഇന്ന് എങ്ങും പോകണ്ട, തിരിച്ച് എറണാകുളത്ത് പോകാന്നാണ് പുള്ളി പറഞ്ഞത്. ഇത് ഇന്നലെ ഗസ്റ്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് രാത്രിയിൽ. പുള്ളി ഒട്ടും വയ്യാതെ അവശതയായതുകൊണ്ട് നേരെ കൊണ്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഏകദേശം 11 മണിയായപ്പോഴാണ് തിരിച്ച് ഞങ്ങൾ ഹോം സ്റ്റേയിലോട്ട് വന്നത്. പോകുന്ന വഴിയെല്ലാം നമ്മുടെ ഗസ്റ്റ് വൊമിറ്റിംഗ് ആയിരുന്നു. പുള്ളിക്ക് ഒട്ടും വയ്യ, എന്നാലും ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞാൽ പുള്ളി അതും സമ്മതിക്കത്തില്ലായിരുന്നു. ഏകദേശം 3:30 റാസായിലെത്തി. അവിടെ നിന്ന് ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. ഞാനൊരു കേരള സദ്യയാണ് ഓർഡർ ചെയ്തത്. ഒരുപാട് നാളായി ഒരു സദ്യ കഴിച്ചിട്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഗസ്റ്റാണ് കിടക്കുന്നത്, പുള്ളിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 6:45 ഞങ്ങള് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തി. അങ്ങനെ ഗസ്റ്റിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവരോട് യാത്ര പറഞ്ഞു. ഞാൻ നേരെ ഇനി വീട്ടിലോട്ട്. പിന്നെ പോകുന്ന വഴി ഒരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് എടുത്തിട്ട് അത് ഫുൾ കംപ്ലീറ്റ് ആകാതെ തിരിച്ചു പോരുന്നത്. അപ്പം എല്ലാവർക്കും ബൈ.